കർഷക സംഘം എരമം വില്ലേജ് സമ്മേളനം എരമം കണ്ണാപ്പള്ളി പോലിൽ നടന്നു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. കർഷക സംഘം എരമം വില്ലേജ് സമ്മേളനം എരമം കണ്ണാപ്പള്ളി പോലിൽ നടന്നു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം വി രമേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കേരള സമൂഹത്തെ മാറ്റണം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. 12 വർഷത്തിന് ശേഷം 2025 കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ സർവേ എടുക്കുമ്പോൾ ആ മാറ്റം കേരളത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. പച്ചക്കറിയുടെ ഉൽപാദനത്തിൽ വലിയ അന്ന് 8 മെട്രിക് ടൺ ആയിരുന്നു വർദ്ധിച്ചത്. നെല്ലിൻ്റെ ഉൽപാദനം വലിയ തോതിൽ വർദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ ലക്ഷ്യം ഒരു 3 ഓരോ ഉൽപ്പന്നത്തിലെയും തേങ്ങയുടെ, നെല്ലിൻ്റെ, വാഴയുടെ എല്ലാം സുഗന്ധവ്യഞ്ജനങ്ങളുടെ എല്ലാം ഉൽപാദന മേഖലയിൽ ഇടപെടാൻ സാധിക്കണം എന്നാണ് തീരുമാനിച്ചത്. ഈ കേരളത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് പറയും. കേരളത്തിൽ 140 ഇനം വിളകളുണ്ട്. കർണാടകയിൽ പോയാൽ, തമിഴ്നാട്ടിൽ പോയാൽ അത് കാണില്ല. 140 ഇനം വിളകൾ. അതായത് നമ്മളെല്ലാം ചെയ്യുന്ന കൃഷിയെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഴ, മാങ്ങ ഇതിനെ ലിസ്റ്റ് ചെയ്താൽ 140 ഇനങ്ങൾ ഈ കേരളത്തിലുണ്ട്. ഈ 140 വൈവിധ്യങ്ങളുള്ളതാണ്. 27 കാലാവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നത്. മഴ കൂടുതൽ ലഭിക്കുന്നത്, മഴ കുറച്ച് ലഭിക്കുന്നത്, ചൂട് കൂടിയത്, മഞ്ഞ് ലഭിക്കുന്നത്, മഞ്ഞ് തീരെ ലഭിക്കാത്തത്, ഇങ്ങനെ 27 കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. സംഘാടക സമിതി ചെയർമാൻ MP ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കർഷക സംഘം എരമം വില്ലേജ് പ്രസിഡന്റ് TK രാജൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KB ബാലകൃഷ്ണൻ, P ഗംഗാധരൻ, അഡ്വക്കേറ്റ് KP രമേശൻ, MV ലീല, VV ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. എന്റെ മകൻ അഭിക്ക് ദിവ്യയെ ഇഷ്ടമാണ്, ദിവ്യയ്ക്ക് അഭിയെയും. അപ്പൊ എങ്ങനെയാ, അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ. വിഷമായോ? എന്ത് വിഷമം? അവളുടെ സ്വപ്നം നടക്കട്ടെ. അച്ഛാ, കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ. അപ്സലേ, നമ്മുടെ തെക്കേപ്പറമ്പ് നോക്കാൻ വന്ന നാസറിന്റെ മോനിലെ, അവനോട് നാളെ തന്നെ വരാൻ പറ. രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ. മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ. അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ. IAS. പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.